നിക്ഷേപകർക്ക് അധികം മുതൽ മുടക്കില്ലാതെ തന്നെ തികച്ച സൗജന്യമായി തങ്ങളുടെ കൈവശമുള്ളവരുടെ മൊത്തം എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് ലഭിക്കുന്ന അവസരമാണ് ബോണസ് ഇഷ്യൂ അഥവാ ബോണസ് ഷെയർ നൽകുന്നത്. ഇതിലൂടെ ദീർഘകാലയളവിനിടെ കമ്പനിയിൽ നിന്ന് ലഭിക്കാവുന്ന ക്യാഷ് ഡിവിഡൻഡ് ഇനത്തിലുള്ള അധിക വരുമാനവും കൂടാതെ കാലക്രമേണ ഓഹരിയുടെ വിപണി വില ഉയരുകയാണെങ്കിൽ കരഗതമാകാവുന്ന മൂലധന നേട്ടവും ബോണസ് ഷെയറിലൂടെ സ്വന്തമാക്കാൻ വഴിയൊരുങ്ങുന്നു. അതേപോലെ വളരെ കുറഞ്ഞ നിക്ഷേപത്തിൽ നിന്നും കൂടുതൽ എണ്ണം ഓഹരികൾ സ്വന്തമാക്കാം എന്നതാണ് പെന്നി സ്റ്റോക്കുകളുടെ പ്രത്യേകത. അപ്പോൾ സൗജന്യമായി അധിക ഓഹരികൾ നൽകുന്ന ബോണസ് ഇഷ്യൂ കൂടി വരികയാണെങ്കിൽ കൈവശമുള്ള ആ പെന്നി സ്റ്റോക്കിൻ്റെ എണ്ണം വീണ്ടും വർദ്ധിക്കും. ഈ ഒരു പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് 4 മുതൽ 8 വരെയുള്ള പുതിയ വ്യാപാര ആഴ്ചയിൽ ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ള മൈക്രോ ക്യാപ്പ് ഓഹരിയായ മുറൈ ഓർഗനൈസർ ലിമിറ്റഡിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. മുറൈ ഓർഗനൈസർ ഫാർമ കമ്മോഡിറ്റിയുടെ വ്യാപാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന മൈക്രോ ക്യാപ്പ് കമ്പനിയാണ് മുറൈ ഓർഗനൈസർ ലിമിറ്റഡ്. 2012 തുടക്കം. കമ്പനിയുടെ 100% ഓഹരികളും റീറ്റെയിൽ നിക്ഷേപകരുടെ പക്കലാണുള്ളത്. ഇക്കഴിഞ്ഞ ആഴ്ച 85 പൈസ നിലവാരത്തിലായിരുന്നു മുറൈ ഓർഗനൈസർ ഓഹരി വ്യാപാരം ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഓഹരിയുടെ ഉയർന്ന വില ₹1.37 താഴ്ന്ന വില 53 പൈസയും വീതമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രതി ഓഹരി ബുക്ക് വാല്യൂവിനേക്കാളും താഴെയാണ് മുറൈ ഓർഗനൈസർ ഓഹരിയുടെ വിപണി വില എന്നതും ശ്രദ്ധേയം. നിലവിൽ ₹158 കോടി കമ്പനിയുടെ വിപണി മൂല്യം. ഏറെക്കാലമായി കാര്യമായ വരുമാനം ഒന്നും നേടാതിരുന്ന മുറൈ ഓർഗനൈസർ ലിമിറ്റഡ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പൊടുന്നനെ വമ്പൻ വരുമാനവും അറ്റാദായവും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധിക്കുക. ബോണസ് ഇഷ്യൂ 1:10. മുറൈ ഓർഗനൈസറിൻ്റെ ഓഹരി ഉടമകൾക്ക് 1:10 അനുപാതത്തിൽ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്നാണ് പ്രഖ്യാപനം. അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ 10 മുറൈ ഓർഗനൈസർ ഓഹരികൾ കൈവശമുള്ളവർക്ക് അധികമായി ഒരു ഓഹരി വീതം സൗജന്യമായി നേടാമെന്ന് സാരം. ഇതിനായി അർഹതയുള്ള നിക്ഷേപകരെ കണ്ടെത്തുന്നതിനുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയുമായി 2025 ഓഗസ്റ്റ് 7 നിശ്ചയിച്ചു. 4 വർഷത്തിനിടയിൽ കമ്പനിയുടെ രണ്ടാമത്തെ ബോണസ് ഇഷ്യൂ ആണിത്. ഇതിനു മുമ്പ് 2021 ഓഗസ്റ്റിലും മുറൈ ഓർഗനൈസറിൻ്റെ ഓഹരി ഉടമകൾക്ക് ബോണസ് ഷെയർ കൈമാറിയിട്ടുണ്ട്. അതേപോലെ 2025 ജൂണിൽ മുറൈ ഓർഗനൈസർ ഓഹരി 2:1 അനുപാതത്തിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുമുണ്ട്. അതേസമയം കമ്പനി ഇതുവരെ നിക്ഷേപകർക്ക് ക്യാഷ് ഡിവിഡൻഡ് വിതരണം ചെയ്തിട്ടില്ലെന്നും ശ്രദ്ധിക്കേണ്ട മറ്റു ഘടകങ്ങൾ. അടിസ്ഥാനപരമായി ശക്തവും ഭദ്രവുമായ ബ്ലൂ ചിപ്പ് കമ്പനികൾ 10 ഓഹരികൾ വാങ്ങുന്ന ചെലവിൽ 1000-വും 10,000 എണ്ണം ഓഹരികൾ സ്വന്തമാക്കാമെന്നതും ഇതിൻ്റെ വിപണി വിലയിൽ പൊടുന്നനെ വർധന സംഭവിക്കുകയാണെങ്കിൽ വളരെ വലിയ ലാഭം കരസ്ഥമാക്കാമെന്ന മോഹവുമാണ് പെന്നി ഓഹരികളിലേക്ക് സാധാരണക്കാരെ നിക്ഷേപകരെ വലിച്ചടിപ്പിക്കുന്നത്. ചിലർ തങ്ങളുടെ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുന്നതിനായും പെന്നി ഓഹരികൾ നിക്ഷേപിക്കാറുണ്ട്. എന്നാൽ തികഞ്ഞ സൂക്ഷ്മതയോടെ പെന്നി ഓഹരികൾ തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ പെന്നി ഓഹരികളിൽ നിന്നും നേട്ടം സ്വന്തമാക്കാനും കഴിയുകയുള്ളൂ. ബിസിനസ്സിൽ കാര്യക്ഷമത പുലർത്തുന്നതും കടബാധ്യത കുറവുള്ളതും അടിസ്ഥാനപരമായി മികച്ചതുമായ ഓഹരികൾ ആവണം നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെയല്ലാത്ത പെന്നി ഓഹരികളാണ് കൈവശമുള്ളതെങ്കിൽ യഥാസമയം ഓഹരി ഒഴിവാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കനത്ത നഷ്ടമാകും മുന്നിൽ കാത്തിരിപ്പുണ്ടാകുക. ഡിസ്ക്ലെയിമർ: മേൽ സൂചിപ്പിച്ച ബോണസ് ഓഹരിയെ സംബന്ധിച്ച വിവരം പഠനാവശ്യർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതയ്ക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ET മലയാളം ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും കാണാം.